മാനങ്കര നിയോജക മണ്ഡലത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സമ്മതിദായകരെ, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയെ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അമ്പിളിക്കുട്ടനാണ്. അമ്പിളിക്കുട്ടൻ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്പിളിക്കുട്ടൻ ഇപ്പോൾ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. വേറൊന്നുമല്ല, വോട്ട് വയ്ക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോഴേ അവിടുത്തെ ഒരു പെണ്ണിനെ കയറി പിടിച്ചു. ഒരു തെങ്ങി കെട്ടിയിട്ടൊക്കെയാണ് അഴിച്ചു വിട്ടാണ്. ഇങ്ങനെയല്ല വരേണ്ടത്. സ്ഥാനാർത്ഥിയല്ലേ നീ? സ്ഥാനാർത്ഥി അതല്ല, ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണ്ട. എന്നാലും വരാൻ പെണ്ണിനെ കയറി പിടിക്കാൻ പോയി. പെണ്ണിനെ കയറി പിടിച്ചതാ. കൊച്ചു പെണ്ണോടല്ലേ തിന്നത്? കൊച്ചിനല്ലേ എടുക്കേണ്ടത്? കൊച്ചിന് ഓട്ടില്ല, പെണ്ണിനാണ് ഓട്ടുള്ളത്. എന്ത് പറയാൻ? ചേച്ചി കയറിപ്പോണ്ട് നൈസിന് ചോദിക്ക്. ചേച്ചി ഒരു 10 രൂപ തരുമോ? 10 രൂപ സിപ്പപ്പ് മേടിക്കാൻ. സിപ്പപ്പ് മേടിക്കാനാ? എടാ വോട്ട് ചോദിക്കാൻ. ഓ ചേച്ചി വോട്ട് തരണേ. ഉണ്ട് കൊള്ളാം കേട്ടോ. ഇതെന്തിന് ഈ ഡ്രസ്? ഈ ജയിച്ചാ നേരെ അങ്ങ് പോവാല്ലേ കേന്ദ്രത്തില്. തച്ചു വെച്ചതാ. പോണം. അവരോട് സംസാരിക്കും. രണ്ടു വാക്ക്. ഞാൻ മാനങ്കര മണ്ഡലത്തില് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. എല്ലാരും എനിക്ക് വോട്ട് തരണം. എന്റെ ചിഹ്നം ചിഹ്നം ഒന്നും പറയണ്ട, അത് നമുക്കറിയാം. ആവശ്യത്തിന് തലയിലുണ്ടല്ലോ, അതുകൊണ്ട് അത് പറയണ്ട. കളിമണ്ണ് അറിയാമല്ലോ അവർക്ക്. അറിയാം. എന്റെ ചിഹ്നം കളിമണ്ണ്. നിനക്ക് പറ്റിയ ചിഹ്നോടാ കളിമണ്ണ്. മേലിൽ വേറെ ചിഹ്നം ഇല്ല. ഹലോ വാട്ട് യു മീൻ? ഞാൻ കളിമണ്ണിന്റെ കാരണല്ലേ ഇവിടെ ഇരിക്കുന്നത്, പിന്നെ എങ്ങനെ അങ്ങനെ കളിയാക്ക? അത് ശരിയല്ല, അത് ശരിയല്ല. ചേച്ചിയുടെ തലയിൽ എന്റെ ചിഹ്നമാണെന്ന് തോന്നുന്നു. ആവശ്യമില്ല അതും ഇതൊന്നും പറയില്ല കേട്ടോ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. പിന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു കാര്യം പറയട്ടെ, മുപ്പര് നാളെ MLA യോ MP യോ ആയാലും പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ MLA MP ആയില്ലേ? അപ്പൊ ചേച്ചിയുടെ തലയിലും നിന്റെ ചിഹ്നം തന്നെ. അല്ലെ ഇങ്ങനെ വിളിച്ചോ. MLA ആവാൻ പോണം. ഞാനേ ജയിച്ചു കഴിഞ്ഞാലേ എന്റെ ചിഹ്നം പോലുള്ള ഒരാളെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി എന്റെ PA ആക്കും. അണ്ണനില്ല, അണ്ണനിച്ച് കാര്യം ഗൗരവമൊക്കെ ഉണ്ടല്ലോ. അഖില് സെലക്ട് ചെയ്തത് വെറും കളിമണ്ണാണ്. അവന്റെ ഭാര്യ ജോലിക്ക് പോകും, കൊച്ചു സ്കൂളിൽ പോകും. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടാക്കിയത്. അവനാണ് എനിക്ക് പറ്റിയ. എനിക്ക് വേറെ ജോലിയുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. ഇല്ല, ചൈന ക്ലൈമൾ എടുക്കൂല, ഗ്യാരണ്ടി ഇല്ല. അയ്യോ, കാര്യം ചോദിക്കട്ടാ, നിനക്ക് ഈ ഇലക്ഷൻ നിൽക്കാനുള്ള ഈ പൈസ ഒക്കെ അവിടെ കിട്ടി? ആരോടത്തോട്ട് ചോദിക്കുന്നത്? അത് നാട്ടുകാരെല്ലാം കൂടെ പിരിവിട്ട് കൊടുത്തതാണ്. അത്ര സ്നേഹം കൊടുത്ത നാട്ടുകാർക്ക്? സ്നേഹം കൊണ്ടല്ല, ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തിൽ പിന്നെ ഇവരെ ശല്യം കാണൂലല്ലോ, അതുകൊണ്ടും കൊടുത്താണ്. അല്ല, നീ ഇതും കൊണ്ട് ചെന്നപ്പോഴേ ഈ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും പറഞ്ഞില്ലേ? അയ്യോ, അവര് ഇവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു സംശയം തോന്നിട്ട് പറഞ്ഞു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അയാൾ കഷ്ടപ്പെട്ട് പഠിച്ചു മേടിച്ച സർട്ടിഫിക്കറ്റ് ആണ്, അയാൾ തരൂല്ലെന്ന്. ഇലക്ഷൻ കമ്മീഷൻ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ബാക്കിയുള്ള കഷ്ടപ്പെടണം. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പറ. ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജയിച്ചു കഴിഞ്ഞാൽ നേരെ മന്ത്രിയാവണം. ഓ, അതി കുറഞ്ഞൊന്നും വേണ്ട. എന്നിട്ട് ഞാൻ മറ്റേ ഖജനാവിൽ കൈയിട്ട് വാരും, പിന്നെ ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം? ഒരു മിനിറ്റ്, നിനക്കിപ്പോ നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു, ഒരു പെണ്ണുണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒളിച്ചോടിയാ? അവള് ഒളിച്ചോടി. അങ്ങനെ പറയരുത്. അവള് ഒളിച്ചോടുന്നതിന്റെ തിരക്കിൽ എന്നെ വിളിക്കാൻ മറന്നുപോയി. 4 പിള്ളേരൊക്കെ റോഡിൽ ചേർന്ന് ചിരിച്ചൊക്കെ കാണിക്കും. എന്റെ അതെ, എല്ലാരും അഡ്വക്കേറ്റ് ഡോക്ടർ അമ്പിളിക്കുട്ടന് കളിമണ്ണ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ഈ അഡ്വക്കേറ്റ് എന്തോന്നു? 2020 LLB റാങ്ക് ഹോൾഡറല്ലേ ഞാൻ. എത്രാമത്തെ റാങ്ക് ആയിരുന്നു? അതറിഞ്ഞൂടെ. വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോ അച്ഛൻ ചോദിച്ചു, നിന്റെ പഠിപ്പിച്ച സാറിന്റെ ഫോൺ നമ്പർ ആണ്. ഡോക്ടർ പിന്നെ LLB പൊളിഞ്ഞല്ലോ. അപ്പൊ അച്ഛൻ ഒരു ക്ലിനിക്ക് ഇട്ട് തന്നു. അടിപൊളി ക്ലിനിക് ആയിരുന്നു. നമ്മൾ സാധാരണ ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് ഈ എന്തെങ്കിലും രോഗം, ഒരു പനിയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ അറ്റാക്ക് ഒന്നിച്ചാവും. സാധാരണ ഹോസ്പിറ്റലിൽ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ മസ്തിഷ്ക മരണം വരും. അങ്ങനെയാണ് ആശുപത്രികൾ, ഇപ്പോഴത്തെ പൊതുവെയുള്ള ആശുപത്രികൾ. പക്ഷെ എന്റെ ക്ലിനിക്ക് അങ്ങനെയല്ല. പനിയായിട്ട് വന്നാ പനിയായിട്ട് മാത്രമേ ചാവൂ. അമ്പിളിക്കുട്ട, സപ്പോസ് ഞാൻ ചുമ്മാതെ പറഞ്ഞത്, എനിക്ക് ഒരു ബോസും ഇല്ല. ഞാൻ പഴയ അമ്പിളിക്കുട്ടൻ. അല്ല,
ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നാളെ നിങ്ങൾ MLA-യോ MP ആയാല് നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോണത്? ചേച്ചി എനിക്ക് ഒരുപാട് ഐഡിയകളുണ്ട്. ആദ്യമായിട്ട് ജനങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി ശുദ്ധജല തടാകങ്ങൾ ഞാൻ ഉണ്ടാക്കും. അത് കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അഴുക്ക വെള്ളത്തിൽ കുളിച്ചാലേ ഒരു ബാക്ടീരിയ ഉണ്ട്, ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ. നോക്കിക്കൂടാ തലയിൽ കയറി. ഇടയ്ക്ക് പത്രത്തിലൊക്കെ വായിച്ചു അങ്ങനെ സാധനമുണ്ട്. എന്റെ തലയിൽ കയറി. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എന്ന് പറഞ്ഞു പേടിക്കണ്ട, അത് പട്ടിണി ചേർത്തെന്ന് പറഞ്ഞു. നോക്കിക്കൂടാ പുറത്ത് നോക്കുള്ളൂ. അങ്ങനെ വരൂ. പിന്നെ വേറൊരു സമൂലമായ മാറ്റം ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് മറ്റേ നിയമസഭയിൽ മുണ്ടിന് പകരം പാന്റ് ആക്കും എല്ലാവർക്കും. അതിന് മുമ്പ് പാന്റ് മറ്റേ ദേഷ്യം വരുമ്പോ പെട്ടെന്ന് പോക്കും. പാന്റ് ആകുമ്പോ മറ്റേ ബെൽറ്റ് കുറെ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഈ ഗ്യാസിന് വേണ്ടി ഗ്യാസിന്റെ അടുത്ത് തീരുമാനമുണ്ട്. എല്ലാവർക്കും മെഡിക്കൽ സ്റ്റോർ വഴി വായു ഗുളിക സൗജന്യം. അതല്ലടാ കുക്കിംഗ് ഗ്യാസ്. അത് പാചകവാകണം ഗ്യാസ്. അത് മറ്റേ മെയിൻ ആളുടെ അടുത്ത് പറയണം. അതാര്? മറ്റേ മേരെ പേരെ ദേശവാസിയോ നമ്മുടെ നിൽക്കുന്ന കേസല്ല. അത് എന്നെ കൊണ്ട് പറ്റൂല. അത് അവിടെ പറയണം. പിന്നെ ഇനി എന്താണ് മാറ്റം പിന്നെ വരുന്നത്? സമൂലമായ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഈ പെൻഷൻ കാശ് അത് വൃദ്ധർക്കല്ല കൊടുക്കുന്നത്, കൊച്ചുമക്കൾക്ക് കൊടുക്കും. അതുകൊണ്ട് അവരെ പോലെ ഉള്ളവർക്ക്. മനസ്സിലായില്ല. അവരെ കിട്ടിയാലും തട്ടിപ്പറിച്ചോണ്ട് ഓടത്തില്ലേ. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഒഴിവാക്കായോ. നല്ല ഐഡിയ. പിന്നെ വേറൊരു മാറ്റം എന്ന് വെച്ചാല് ഇവിടെ ഈ ഫ്ലോറിൽ ഒരു മാറ്റമുണ്ട്. എന്ത് മാറ്റമാണ്? ഞാൻ എലീന പടിക്കലിനെ ആങ്കറിൽ നിന്ന് മാറ്റും. ആരെ കൊണ്ടുവരും? റിബേറ്റോമയെ കൊണ്ടുവരും. അതെന്തിനാണ്? ഇത് തുള്ളല് മാത്രമല്ലല്ലോ, മറ്റേ തുള്ളലും പാട്ടും കിട്ടും. അങ്ങനെ സംഭവം. പിന്നെ ഈ ഓൺലൈൻ വഴി മദ്യം കൊടുക്കുമെന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ നിർത്തലാക്കും. വളരെ മനോഹരമായിരിക്കുന്നു. സത്യം, ഇന്ന് പല കുടുംബങ്ങളും ഇല്ലാതാകുന്നത് ഇതുകൊണ്ടാണ്. ഈ മദ്യം ഇല്ലാതാക്കണം. ഓൺലൈൻ വഴിയുള്ള കുഴപ്പം നിർത്തലാക്കും. നന്നായി. എന്നിട്ട് പൈപ്പ് ലൈൻ വഴിയാക്കും. ഓരോ വീട്ടിലും ഓരോ പൈപ്പ്. തുറക്കുന്നു, അടിക്കുന്നു, കിടക്കുന്നു, പിന്നെ തുറക്കുന്നു, അടിക്കുന്നു, കിടക്കുന്നു. സൂപ്പർ സംഭവമായിരിക്കും. പിന്നെ വേറൊരു എന്താന്ന് ചോദിച്ചാൽ ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകും. അത് എല്ലാരും പറഞ്ഞ കണക്ക് വലിയ വീടൊന്നുമല്ല, ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും മതി, ധാരാളം. ഒരു കുടുംബത്തിന് സന്തോഷമായിട്ട് കഴിയാനുള്ളത്. ഞാൻ തന്നെയാണ് എന്റെ എഞ്ചിനീയർ. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പ്ലാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ പ്ലാൻ ഒന്ന് കാണിച്ചു. പ്ലാൻ ഒരു ബെഡ്റൂം, ഒരു കുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാം. അതൊക്കെയാണ് എന്റെ പ്ലാനുകൾ. അപ്പൊ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം, എന്നെ വിജയിപ്പിക്കണം. പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏത് പാട്ട്? മറ്റേ പാട്ടില്ലേ, സ്ഥാനാർത്ഥിക്കൊണ്ടുള്ള പാട്ട്. പാടട്ടാ? റൈറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞു, എന്നാൽ പാടാം. ഡയാനെ ഒരു വോട്ട് തരാമോ? എലിനെ ഒരു വോട്ട് തരാമോ? അലിസെ ഒരു വോട്ട് തരാമോ? ശരിയേ ഹെൽപ്പ് ചെയ്യുമോ? സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമോ? ജയിക്കും. അപ്പൊ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യുമല്ലോ. എല്ലാരും പറ്റിക്കരുത്, എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഓക്കെ, ശരിയാ അണ്ണ. അങ്ങോട്ട് പോവാൻ. എങ്ങോട്ട്? മണ്ഡലത്തിൽ പോണ്ടേ, മറ്റേ കാര്യങ്ങൾ എല്ലായിടത്തും ഒന്നുകൂടെ വിഷയം. എല്ലാരും വോട്ട് ചെയ്യണം. എല്ലാരും അല്ലെങ്കിൽ മാനം പോവും. അതുകൊണ്ടാണ്. തിരിച്ചു വരൂ. ഓൾ ദി ബെസ്റ്റ്. മാനങ്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. സിറ്റിംഗ് MLA രാമകൃഷ്ണൻ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥി 0 വോട്ട് നേടിയിരിക്കുന്നു. കളിമണ്ണ് ചിഹ്നത്തിൽ മത്സരിച്ച അമ്പിളിക്കുട്ടനാണ് ആ മഹാവ്യക്തിത്വം. കളിയാക്കല്ലേ, എല്ലാരും പറ്റിച്ചു തന്നെ. പൂജ്യമല്ലല്ലോ, ഞാൻ -0 പറഞ്ഞ എനിക്ക് വോട്ട് തരാന്ന്. എടാ എന്റെ വോട്ട് കൗലൂരാണ്. ഞാൻ നിനക്ക് വോട്ട് തന്നത്. പിന്നെ അപ്പൊ നിങ്ങളൊക്കെ എന്തൊക്കെ നിയമം? എടാ ഇത് തിരുവനന്തപുരം പെരുമ്പാവൂരൊക്കെയാണ്. നിനക്ക് എങ്ങനെ വോട്ട് വരും? ബുദ്ധിയില്ലടാ നിനക്ക്. അപ്പൊ ഇവരൊക്കെ ഞാൻ കോട്ടയം. ഇതൊന്നും വോട്ട് പോലും ഇല്ല. കൊച്ചു പിള്ളേരാണ്. ഓ ചേച്ചിക്ക് ബോംബെയില്, എന്റെ മുംബൈ. പിന്നെ എന്തിനാ പിന്നെ എല്ലാരും കൂടെ ജയിപ്പിക്കാന്ന് പറഞ്ഞു? സപ്പോർട്ട് ഉണ്ട്. സപ്പോർട്ട് അമ്പിളിക്കുട്ട, സപ്പോർട്ട്. സപ്പോർട്ട് 0 വോട്ടാണ് കിട്ടിയത്. അല്ല അത് ചോദിക്കട്ടെ. ആ സപ്പോർട്ട് നമ്മളുടെ ആ 0 വോട്ട് അല്ല. അപ്പൊ നിന്റെ വോട്ടം മാറി കിട്ടുന്നത്. അതാണ് നമുക്ക് കേട്ടത്. നിന്റെ വോട്ട് എന്ത്? അത് എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ചക്കപ്പുഴുക്കും മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി തരുമോ, ചക്ക അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചക്ക. അതുകൊണ്ട് ഏതോ സാധനം എടുത്തിട്ട് ചിഹ്നം ചക്കയായിരുന്നു. അത് കണ്ട പതിനകത്ത് കുത്തി ഞാൻ ഒരു വോട്ടം കിട്ടിയത്. ഞാൻ അടുത്ത വർഷം നിന്ന് എന്നെ ജയിപ്പിക്കുവോ? പിന്നെ അപ്പൊ ഞാൻ അത് വിടൂല. അടുത്ത വർഷം വീണ്ടും അമ്പിളിക്കുട്ടൻ. ചിഹ്നം വേറെയാണ്, തലച്ചോറ്.
ഓക്കെ എല്ലാരും ജയിപ്പിക്കാം അടുത്ത വർഷം ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും.